ഒരു കള്ളനാകുമ്പോൾ ഇത്രയും ഫെയർ ആയിരിക്കാൻ പാടില്ല എന്നാണല്ലോ നമ്മുടെ ധാരണ. അപ്പോൾ ആ ധാരണയൊക്കെ നമുക്ക് കുറച്ച് കീപ്പ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്, അല്ലാതെ ചാക്കോച്ചനായിട്ട് വരേണ്ട സിനിമകളിലൊക്കെ ചാക്കോച്ചൻ തന്നെ വരണമല്ലോ അല്ലേ. ഇത് വെളുത്ത കള്ളന്മാർ വേണമെന്നുള്ളത്, വെളുത്ത കള്ളന്മാർ വേണം. വെളുത്ത കള്ളന്മാരുണ്ടല്ലോ അതിനകത്ത്, മന്ത്രി MLA ഒക്കെ വെളുത്ത കള്ളന്മാരാണ്. ഈ മരണം പോലും എനിക്ക് തമാശയിലൂടെ പറയാൻ പറ്റൂ എന്നുള്ള ആ ഒരു, അതാണോ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്? അതാണ് ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. ഞാൻ അതിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. അത് അങ്ങനെ ലൈഫിനെ കാണുന്നു, ഞാൻ അങ്ങനെ ലൈഫിനെ കാണുന്നു. അത്രേ ഉള്ളൂ എനിക്ക് ഇതിനോടുള്ള സീരിയസ്നെസ്. എൻ്റെ സിനിമകൾ പോലെ തന്നെയാണ് എൻ്റെ ആലോചനകൾ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏത് സമയത്ത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലാണ് പറയുന്നത്, ഏത് വിഷമിച്ചിരിക്കുന്നവനെ ഏത് സമയത്ത് എന്ത് ഹ്യൂമർ പറയുന്നു എന്നുള്ളതിന് യാതൊരു ലൈസൻസും ഇല്ലാത്ത, അതിന് പേടിയില്ലാത്ത, അതിൻ്റെ വരുംവരായികളെ കുറിച്ച് ആലോചിക്കാത്ത ഒരുത്തനാണ്. അപ്പോൾ ഇല്ലെങ്കിൽ പറയില്ലല്ലോ വേണ്ടവർ കണ്ടാൽ മതിയെന്ന്. 10 കോടി രൂപയുടെ പടം, അത് ആ സമയത്ത് എന്ത് പറയണം തോന്നുന്നു അതാണ് ശരി എന്നുള്ള രീതിയിൽ പറയുന്ന ഒരുത്തനാണ്. അപ്പോൾ അതിൽ മിക്കവാറും റിഗ്രറ്റുകളും ഉണ്ടാവാറില്ല ആ ഒരു കാര്യങ്ങളിൽ. ഓക്കെയാണ്, ഫൈനാണ്. അതിന്റെ പോസ്റ്റർ ആയിരുന്നു വളരെ ഈ റോഡിൽ കുഴിയുണ്ട് സൂക്ഷിക്കാന്നുള്ളത്. അങ്ങനെ ഒരു പ്രൊമോഷൻ, അത് ആ ഐഡിയ എങ്ങനെ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ? അത് നോക്കാം, അത് അത്ര വലിയ അട്രാക്റ്റഡ് ആവേണ്ട ഒരു ക്യാപ്ഷനൊന്നും അല്ല അത്. ശരിക്കും പറഞ്ഞാൽ റോഡിൽ കുഴിയുണ്ട്, റോഡിൽ കുഴിയില്ലെങ്കിൽ അതിനൊരു അട്രാക്ഷനും ഇല്ലല്ലോ. റോഡിൽ കുഴി ഉള്ളത് കൊണ്ടാണ് അത് അട്രാക്റ്റഡ് ആവുന്നത്. അപ്പോൾ റോഡിൽ കുഴി ഉള്ളത് കൊണ്ടാണ് ആ പരസ്യവാചകം വരുന്നത്, മൈൻഡിൽ വരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും വരത്തില്ല. അപ്പോൾ എന്തോ ഒരു റിയാലിറ്റി എവിടെയുണ്ട്, കിടക്കുന്നുണ്ട്. അതിപ്പോൾ ഏത് ആർട്ട് ഫിലിം മേക്കർ ആയാലും ശരി, ഫിലിം മേക്കർ ആയാലും ശരി, ഏതൊരു കമൻറ്റിനും സ്റ്റേറ്റ്മെൻറ്റിനും പിറകിൽ ഏതോ ഒരു റിയാലിറ്റി അയാളെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ ഈ ഒരു സാധനം ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. അത് ചിലപ്പോൾ എന്താണ്, അത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഇതായിട്ടല്ല. റോഡിലെ കുഴി എന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പോലെ എല്ലാവരും ബുദ്ധിമുട്ടിക്കാറുണ്ട്. റോഡിലെ കുഴികൾ മരണങ്ങൾ വരുത്തിയിട്ടുണ്ട് അല്ലേ, നമുക്ക് എപ്പോഴും കാണാം. ഈ നാത്താൻ കേസ് വീടിൻ്റെ റെഫറൻസും റിസർച്ചൊക്കെ നടത്തുമ്പോൾ തന്നെ നമ്മൾ റോഡിനെ കുറിച്ചായിരുന്നല്ലോ അതിൻ്റെ സിനിമ. പല സ്കൂട്ടർ യാത്രികർ അവരെ കുഴിയിൽ വീണ്, അത് അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട്, തെറ്റുകൊണ്ട് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പരസ്യവാചകം നമ്മൾ ഇടുന്നത് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യിക്കാനാണ്. ഇപ്പം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പരിപാടികളായാലും എല്ലാ പരസ്യങ്ങളെന്ന് പറയുന്നത് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ അട്രാക്റ്റഡ് ആവപ്പെടുന്ന ആൾക്കാർ അതിൽ വീണു എന്നാണ് അർത്ഥം. നമ്മൾ നിങ്ങളെ കൊടുക്കാൻ വേണ്ടി തന്നെയാണല്ലോ ഒരു സാധനം ചെയ്യുന്നത് അല്ലേ. രാവിലെ എഴുന്നേറ്റ് പറയുന്നത് റോഡിൽ കുഴിയുണ്ട്, തിയേറ്ററിൽ വരണ്ടെന്ന് പറയാൻ നമ്മുടെ ഒരു ട്രാപ്പാണ് അത്. ആ ട്രാപ്പിൽ ആരെങ്കിലും വീണെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അതിടുന്നത്. ആ ട്രാപ്പിൽ വീണു, അത് നമുക്ക് ഗുണമായി. ഇല്ലെങ്കിൽ പരസ്യത്തിൻ്റെ അർത്ഥം എന്തോ, ഇല്ലെങ്കിൽ അത് കാണുന്നവരാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ. ചക്കപ്പഴം പോലത്തെ ഇഡ്ഡലി എന്നും പറഞ്ഞിട്ട് ആരെങ്കിലും വാങ്ങാൻ പോയാൽ മണ്ടനാ. അത് ഇഡ്ഡലി, സാധാരണ ഇഡ്ഡലി എവിടെ കിട്ടും? അപ്പോൾ അത് വാങ്ങാൻ പോയ ആൾക്കാർ മണ്ടന്മാരാണ്, അതിന് റിയാക്ട് ചെയ്യുന്നവരാണ് മണ്ടന്മാർ. ഇല്ല, കോൺട്രോവേഴ്സി ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഈ കോൺട്രോവേഴ്സികൾ അങ്ങനെ എക്സ്പെക്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ശരിക്കും പറഞ്ഞത് ഇത് രാവിലെ പോയിരുന്ന് തള്ളുക എന്നുള്ള പരിപാടി ആരും ഒരു സിനിമാക്കാരനും ആഗ്രഹിക്കുന്നില്ല. ഫസ്റ്റ് ഡേ റിവ്യൂ നല്ലത് വരണമെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലേ. പക്ഷേ കോൺട്രവേഴ്സികൾ ഉണ്ടാവാതിരിക്കത്തില്ല. നമ്മൾ പറയുന്നൊരു സാധനം എല്ലാവരും ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ സർട്ടിഫിക്കറ്റ്, വിത്ത് എന്താണ് ഒരു സ്റ്റാർ, അതിന് ഒരു വാക്കുണ്ട്, വിത്ത് കറക്ഷൻസോ അങ്ങനെ എന്തോ ആണ് അതാണ് കിട്ടിയേക്കുന്നത്. ഏകദേശം 1 മിനിറ്റ് 25 സെക്കൻഡോളം അതിനകത്ത് റീപ്ലേസ്മെൻ്റ് ഉണ്ട് സെൻസറിൻ്റെ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, ഒന്നാമത് ഇതുപോലുള്ള സെൻസറിങ് സമയങ്ങളിലാണ് നമ്മൾ സിനിമ എടുക്കുന്നത്. ഇതുപോലെ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ സിനിമ എടുക്കാൻ പറ്റാത്ത ഒരു സമയത്താണ് നമ്മൾ സിനിമ എടുക്കുന്നത്. പല തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റും ഒരു സിനിമയിലുണ്ടാവും. അപ്പോൾ ഇത് കണ്ടവരുണ്ടോ? പടം ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്? അപ്പോൾ അതിനകത്ത് നായർ മൊത്തം നാഹറിനാക്കിയത് ഒരു സെൻസർ ബോർഡിൻ്റെ. പക്ഷെ പടം കണ്ടു കഴിയുമ്പോഴേക്കും ജനങ്ങൾക്ക് നായർ നാഹർ നമ്മൾ ഒബ്വിയസ് ആണത്. അപ്പോൾ എന്തിനും അതുപോലുള്ള പരിപാടികൾ നടത്തുന്നു? അതിനെക്കൊണ്ട് ആവശ്യമില്ല. അത് കൂടുതൽ അപഹാസ്യമാക്കുവാണ് അവരെ. ഒന്നാമത് ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ, ആ സിനിമ ജാതി പറയാതെ എങ്ങനെ ഞാൻ പറയും അല്ലേ?
ഒരു ബിൽഡിങ്ങിന് ചെരിവുണ്ട് എന്ന് പറയണമെങ്കിൽ ആ ബിൽഡിങ്ങിനെ കുറിച്ചൊരു കഥ പറയണം, അത് ഉണ്ടാക്കിയവൻ്റെ കഥ പറയണം. ബിൽഡിങ്ങിനെ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് പറയുന്നതിൽ കാര്യമുണ്ടോ? അല്ലേ? ബിൽഡിങ്ങിൻ്റെ ചെരിവിനെ കുറ്റപ്പെടുത്തി. അതുപോലെയാണ് ഒരു ജാതി വ്യവസ്ഥയെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ. ആ സിനിമയിൽ ഒരു ജാതിയുടെ പേര് പറയുമ്പോൾ ആ ജാതിയുടെ പേരെടുത്ത് മാറ്റണം, അത് നിലവില്ലാത്ത ജാതിയുടെ പേരാക്കണം. ആ ജാതി പേരിലുള്ള ആൾക്കാരെ ഹേർട്ട് ചെയ്യും, അത് തീരുമാനിക്കാൻ നിങ്ങളാരാ? സെൻസർ ബോർഡ് ആരാണ് അങ്ങനെ തീരുമാനിക്കാൻ? അത് എങ്ങനെ അവർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നു? ആരാന്നുള്ളതല്ല, അവർ തന്നെയാണ് അധികാരികൾ. പക്ഷേ ഹൗ യു ജഡ്ജ്? അത് ഇവർ ഇതിന് റിയാക്ട് ചെയ്യും എന്ന് നിങ്ങളെങ്ങനെ ജഡ്ജ് ചെയ്യുന്നു? അപ്പോൾ അതുപോലുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ സിനിമ എടുക്കുന്നത്. നമുക്ക് സിനിമ എന്താ പറയുക, നമ്മളിവിടുന്ന് സിനിമ എടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ എന്ത് സിനിമ പുറത്തു വരുന്നു എന്നുള്ളതൊക്കെ ദൈവത്തിന് അറിയും. പിന്നെ സെൽഫ് സെൻസർഷിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ സ്മോക്കിംഗ് സീൻസും ഡ്രിങ്കിങ് സീൻസും ഞാൻ ആദ്യ സിനിമ മുതൽ എനിക്ക് വളരെ എന്താ പറയുക, വിഷ്വൽ എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തനാണ്. ഒരു പെയിൻറ്റിങ് പോലെ ഉണ്ടാവണം, കലാകാരൻ്റെ ഒപ്പമല്ലാതെ വേറെ നോൺസെൻസുകളൊന്നും അത് ഉണ്ടാവരുത്. അത് ഏതൊരു സാധനം അങ്ങനെയാണെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തനാണ്. അതിനിടയിലാണ് ഈ സിഗരറ്റ് വലിക്കുന്നതെന്ന് പറഞ്ഞൊരു സ്ട്രാപ്പ് വരുന്നത്. മറ്റേ മുറിവിന് പ്ലാസ്റ്റർ ഒട്ടിച്ച പോലെ ഒരു സ്ക്രീനിൻ്റെ നടുവിലൊരു ഇടയിലൊരു സാധനം. അത് വായിക്കോ ആൾക്കാർ, ഇത് വായിക്കോ. ഇത് വായിച്ചിട്ട് എത്ര പേര് സിഗരറ്റ് വലി നിർത്തി ദൈവത്തിനറിയാം. ഇത് നമ്മുടെ സെൻസർ പരിപാടികൾ മൊത്തമായിട്ട് മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു, അറ്റ്ലീസ്റ്റ് കേരളത്തിൻ്റെ എങ്കിലും. സെൻസറിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമകൾ, അതായത് ഏത് തരത്തിലുള്ള സിനിമകളാണ് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു എ മുതൽ സെഡ് വരെ കാറ്റഗറൈസ് ചെയ്തു, അതൊരു പബ്ലിക്കിന് കൊടുക്കുക. എ ടു സെഡ് കാറ്റഗറി ഉണ്ട്. ഈ എ ടു സെഡിൽ ഇന്ന കാറ്റഗറിയിൽ വന്നാൽ ഇന്ന തരത്തിലുള്ള സിനിമയാണ്. അത് കൊടുക്കാനല്ല നമ്മളുണ്ടാക്കി ക്രിയേറ്റീവ്ലി കട്ട് പറയാൻ നിങ്ങളാരാ? നിങ്ങൾക്കാരാ അതിന് അധികാരം? പിന്നെ ഇവിടെ ഇതെന്താണ്, എൻ്റെ പൗരാവകാശം എന്താണ് ബേസിക് ആയിട്ടുള്ളത്? അത് മാറ്റണം, ഇത് നിങ്ങൾക്കൊരു സിനിമയെക്കുറിച്ച് വളരെ സഭ്യമായും അസഭ്യമായും ജാതി പറഞ്ഞും ചീത്ത പറയാം. പക്ഷെ ഒരു കലാകാരന് ഇങ്ങനെ എടുക്കാനുള്ള സ്വാതന്ത്ര്യം അത് സെൻസർ ചെയ്യപ്പെടുന്നു. ഭയങ്കര ദുരിതമുള്ള സമയത്താണല്ലോ സിനിമ എടുക്കുന്നത്. ഇപ്പോൾ അല്ല, സിനിമയെ കാറ്റഗറി ചെയ്താൽ പോരെ? അത് അതെ, ഇന്ന ഏജാണ്, ഇന്ന ജോൺ, എന്ത് വേണമെങ്കിലും ചെയ്തോ നിങ്ങൾ. പൊളിറ്റിക്കലാണ് സിനിമ, വേണ്ടവർ പോയാൽ മതി. പി പൊളിറ്റിക്കൽ, എ അഡൽട്സ് ഓൺലി, വേണ്ടവർ പോയാൽ പോരെ. ഡി ഡാർക്ക് ഹ്യൂമർ, എന്ത് വേണം ആയിക്കോട്ടെ. ഈ പ്രശ്നങ്ങളൊന്നുമില്ല അതിനകത്ത്. അതായത് പ്രശ്നങ്ങളുള്ളതാണെങ്കിൽ പ്രശ്നങ്ങളുള്ള സാധ്യതയുള്ള പടമാണ്, അത് ജഡ്ജ് ചെയ്യും. അതിനെ അവർക്ക് ഇതില്ല അതുള്ളൂ. ഇതിൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് മാത്രം മതി. പ്രശ്നം ഒക്കെ തീർക്കാനൊക്കെ ഇവിടെ ആൾക്കാരില്ലേ? പ്രശ്നം ഉണ്ടാകുന്ന ഇല്ലാണ്ടിരിക്കാൻ ഇവരാരാ? അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇവരല്ലോ. പ്രശ്നം ഉണ്ടായാൽ തീർക്കാൻ ഇവിടെ നിയമമുണ്ട്, ക്രമസമാധാനം തീർക്കാൻ ആൾക്കാരുണ്ട്. സെൻസർ ബോർഡ് സിനിമ എന്താണെന്ന് പറയാം, അത്രയേ ഉള്ളൂ. അതേ അധികാരം വേണ്ടത് അവർക്ക്. ബാക്കിയെല്ലാം തന്നെ മണ്ടത്തരം ഇവിടെ നടക്കുന്നത്. കുറെ നാളുകളായിട്ട് ഇത്തരത്തിലുള്ള കോൺട്രവേഴ്സി ഉണ്ടല്ലോ. അതായത് പത്മാവത് ഇറങ്ങിയ സമയത്ത് ഒരു സെക്ഷൻ ആൾക്കാരുടെ ഫീലിംഗ്സിനെ ഹേർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട്, പത്മാവത് ഒക്കെ ഇറങ്ങിയ സമയത്ത്. അപ്പം കുറെ കാലങ്ങളായിട്ട് റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും സെക്ഷൻ ആയിക്കോട്ടെ, അവർ ഇത്തരം സിനിമകൾക്കെതിരെ സംസാരിക്കുകയും കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതൊരു ഫാക്ടർ അല്ലേ? അത് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരാൾ അഭിപ്രായം പറയാൻ പാടില്ല എന്നാണോ? അതിനെ തടയേണ്ടത് പോലീസല്ലേ? അത് സെൻസറല്ല തടയേണ്ടത്. അത് ക്രമസമാധാന പ്രശ്നമാണ്, അത് സെൻസർ ബോർഡല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന് ജഡ്ജ് ചെയ്യാനുള്ള അതൊന്നും അതിലുള്ള നമ്മൾ കണ്ട ഒരു സെൻസർ ബോർഡിനും ഇല്ല. പറഞ്ഞു മനസ്സിലായി? അതിനകത്തൊരു IAS ഓഫീസറുണ്ട്, ബാക്കി 4 സാധാരണക്കാരുണ്ട്. അവർക്ക് എനിക്ക് തോന്നുന്നില്ല ലോകത്ത് ഒരു സ്ഥലത്തും വീട്ടിനകത്തുള്ള ക്രമസമാധാനം പോലും സോൾവ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് സിനിമയ്ക്ക് കണ്ടിട്ട് കേരളത്തിലെ ക്രമസമാധാനം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമ സെൻസർ ചെയ്യുന്നത്. അത് വേണ്ട, അവർ പറഞ്ഞാൽ മതി. അത് ഇവിടെ ക്രമസമാധാനം സോൾവ് ചെയ്യാൻ പോലീസുണ്ട്. നാളെ സിനിമ ഇറങ്ങട്ടെ, സിനിമയിൽ പ്രശ്നം ഉണ്ടാവണമെങ്കിൽ ആ ജാതിക്കാരെയും പത്മാവതിനെ പ്രശ്നം ഉണ്ടാക്കുന്നവരെ അടക്കേണ്ടത് അവരുടെ കടമയാണ്, പോലീസിൻ്റെ കടമയാണ്. ഒരു മനുഷ്യന് അഭിപ്രായം പറയാനുള്ള അധികാരമുണ്ട് ഇവിടെ. ബാക്കി പോലീസാണ് ചെയ്യേണ്ടത്, അല്ലാതെ സെൻസർ ബോർഡല്ല. സെൻസർ ബോർഡിൽ നമ്മുടെ സിനിമയെ എന്താണെന്ന് പറയാനുള്ള അവരുടെ എന്ത് തരത്തിലുള്ള സിനിമയാണെന്ന് പറയാം. ഇത് കത്തുമെന്ന് പറഞ്ഞാൽ കത്തുന്നു മാത്രം പറഞ്ഞാൽ മതി. കത്തിക്കുന്ന സാധനങ്ങൾ മാറ്റാൻ പറയുക എന്ന് പറഞ്ഞാൽ എൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള അധികാരത്തിന്, എൻ്റെ അവകാശത്തിന് എടുത്തു കളയല. അത് ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാവാത്തടത്തോളം കാലം എൻ്റെ സിനിമയിൽ കത്തിവെക്കാൻ ഇവർക്ക് അധികാരമില്ല. ഒന്നുകിൽ നമ്മൾ പറയുന്ന സിനിമ മനസ്സിലാക്കാവുന്ന സെൻസർ ബോർഡിനെ അറേഞ്ച് ചെയ്യുക,
നമ്മളെക്കാൾ ഇൻ്റലക്ച്വൽ ലെവൽ കൂടുതലുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക. ഇല്ലെങ്കിൽ ഇപ്പോൾ കാൻ ഫെസ്റ്റിവലിൽ മറ്റേ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഒളിച്ചോടി പോയി കാൻ ഫെസ്റ്റിവലിൽ ഫിലിം കാണിക്കുന്ന ഫിലിം മേക്കേഴ്സ് ഉണ്ടല്ലോ, ഇന്ത്യയിൽ ഉടനെ അതുപോലുള്ള ഫിലിം മേക്കേഴ്സ് വരും. ഇപ്പോൾ ഇവിടുന്ന് പോവും, ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി പുറത്ത് സിനിമ ഉണ്ടാക്കി ഇന്ത്യൻ സിനിമയാണെന്നും മലയാള സിനിമയാണെന്നും പറഞ്ഞ് വേറെ ഫെസ്റ്റിവലിൽ കാണിക്കുന്ന ഫിലിം മേക്കേഴ്സ് വളരെ അടുത്ത് ഉടനെ വരും. ഇവിടുന്ന് ഒളിച്ചോടി ഇവിടുന്ന് പുറത്താക്കപ്പെടും ഫിലിം മേക്കേഴ്സ്. ആർട്ടിസ്റ്റ് പുറത്താക്കപ്പെട്ടിട്ടില്ല, ആർട്ടിസ്റ്റുകൾ, അതുപോലെ ഫിലിം മേക്കേഴ്സ് പുറത്താക്കപ്പെടും ഇവിടുന്ന് രാജ്യത്ത് വളരെ ഉടനെ. ഈ ഒഫീഷ്യൽ സെൻസർഷിപ്പ് അല്ലാണ്ട് ഈ പറഞ്ഞ ചില ഇന്റർവ്യൂ ഈ സറ്റയർ ഹാൻഡിലിംഗ് സോഷ്യൽ മീഡിയ ഈ ബ്രാക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ്. ഇന്നത്തെ കേസ് കൊടുത്തപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റാൻസ് ആണ്, പൊളിറ്റിക്കൽ വ്യൂ ആണ്, പുഷിംഗ് ആണെന്നുള്ളത്. ഇപ്പോഴും നമുക്ക് ഇപ്പോഴും സിനിമ കോൺട്രവേഴ്സീസ് ഗോയിങ് ഓൺ സെയിം വേ ബ്രാൻഡിങ് ബ്രാക്കറ്റിംഗ് സോഷ്യൽ മീഡിയയിലാണെങ്കിലും പൊളിറ്റിക്കൽ ഫോഴ്സസ് ആണെങ്കിലും ചെയ്യുന്നുണ്ട്. അപ്പൊ ആസ് എ ഫിലിം മേക്കർ അത് എത്രമാത്രം ഒരു സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫിലിം പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾ രാവിലെ പുറത്തോട്ട് നമ്മൾ എന്താണ് എഴുതുന്നത്, നമ്മൾ എങ്ങനെയാണ് ഒരു ക്രിയേഷൻ നടത്തുന്നത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മൾ കാണുന്ന സാധനങ്ങളാണല്ലോ നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ഒരു എഴുത്തുകാരനായാലും ഏതൊരു ക്രിയേറ്റീവ് ചെയ്യുന്ന ഒരാൾ ആരായാലും രാവിലെ എഴുന്നേറ്റ് നമ്മൾ പേപ്പർ വായിക്കുന്നു, പേപ്പറിൽ കാണുന്ന മുതൽ നമ്മുടെ ദിവസം, പേപ്പറിലെ സംഭവങ്ങൾ മുതൽ നമ്മുടെ ദിവസം ആരംഭിക്കുന്നു, നമ്മൾ പുറത്തോട്ടിറങ്ങുന്നു, പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ഈ സാധനങ്ങളൊക്കെയാണല്ലോ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞത്. ഇതിനല്ലേ നമ്മൾ റിയാക്ട് ചെയ്യും, നമ്മുടെ സിനിമയായി മാറുകയും ചെയ്യുന്നത്. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കാണുന്ന 4 പേര് സ്കൂട്ടറിൽ ഹെൽമെറ്റ് ഇല്ലാതെ നടക്കുന്നു. ഓക്കെ, എൻ്റെ ക്യാരക്ടർ ഹെൽമെറ്റ് ഇല്ലാതെ നടക്കുന്ന ക്യാരക്ടറാണ്. ഞാൻ എന്തിനാണ് അവിടെ രാവിലെ വൈകുന്നേരം വരെ ഹെൽമെറ്റ് ഇല്ലാതെ നടക്കുന്നത് അപകടകരമാണെന്ന് 2.5 മണിക്കൂർ ഞാൻ എഴുതി കാണിക്കുന്നത്? എൻ്റെ ക്യാരക്ടർ അതാ. അത് രാവിലെ ഒരു തവണ പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തവണ ഫസ്റ്റ് കാർഡ് ഇട്ടാൽ പോരെ. ഓരോ ഷോട്ട് വരുമ്പോഴും അതിൽ കാർഡ് വരണോ? അത് സിനിമയുടെ എസ്തെറ്റിക്സിനെ കൊല്ലല്ല. അത്ര മനസ്സിലാക്കാൻ ഉള്ള ഒരു ബോധമില്ലാത്തവരാണ് നമ്മുടെ ഫിലിമിലടക്കം വർക്ക് ചെയ്യുന്നുള്ളതിലാണ് എനിക്ക് സഹതാപം. അതുകൊണ്ട് തന്നെ സിഗരറ്റ് വലിക്കുന്ന സീനുകൾ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ ഒരാളും സ്മോക്ക് ചെയ്യുന്നില്ല. ഇത് പേടിച്ചിട്ടാ. എല്ലാവരും ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്, ഇത് പേടിച്ചിട്ടാ. എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടു, ഇവിടെ സൈഡ് ബെൽറ്റ് ഇരുന്നുകൊണ്ട് പേടിച്ചിട്ടാ. ഇത് ഞാൻ എൻ്റെ സിനിമയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയിലോ ഇത് ഇരുന്നുകൊണ്ടോ ഏതെങ്കിലും ഒരുത്തൻ ഇട്ടിട്ടോ ഇടാതിരിക്കുകയോ സീറ്റ് ബെൽറ്റ് ഇടുകയോ അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇടാണ്ട് ചാവാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ ഒരു സിനിമയുടെ എസ്തെറ്റിക്സിനെ കളയാന്നല്ലാതെ ഇതിനെക്കൂടെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. അറിയാതെ അതിനകത്ത് ആ പാൻ ചായയിൽ വീഴുന്ന സീനില്ല, അതെനിക്ക് അറിയില്ലായിരുന്നു പാനിനും ഈ കാർഡ് വരുമെന്ന്. അങ്ങനെയാണ് ആൻഡ്രോ കുഞ്ഞപ്പിൽ ആ കാർഡ് വന്നത്. കനകത്തിൽ ആരും സ്മോക്ക് ചെയ്യുന്നില്ല, അത് പണ്ടാരം ഒഴിവാക്കിയതാണ്. ഇതിനകത്ത് ആ ക്യാരക്ടർ ആവശ്യമാണ്, അത് ഒഴിവാക്കാൻ പറ്റില്ല എനിക്ക്. അത് ഒഴിവാക്കാൻ പറ്റാതെ പിന്നെ ഇത് ഏതായാലും എന്താണ് സെൻസറിൻ്റെ കുറേ പരിപാടികളുണ്ട് അതിനകത്ത്. അപ്പോൾ പിന്നെ നമ്മളും കൈവിട്ട് കൊടുത്തു. ഗാന്ധിയെ കുറിച്ച് സിനിമ ഉണ്ട്, എത്ര ഗാന്ധിമാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരാൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല സിനിമ, ഒരു ചുക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അത് ചുമ്മാ പറയുന്ന സിനിമ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കലാകാരന്മാർ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ഈ ബാക്കിയുള്ളവർ വിശ്വസിക്കുന്നത് മണ്ടന്മാർ. സിനിമ ചില ആർട്ടിസ്റ്റുകൾ വരും സിനിമ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ 1 കൊല്ലം സിനിമ അടച്ചിട്ടുണ്ടായിരുന്നു, 1.5 കൊല്ലം 2 കൊല്ലം. ഏതെങ്കിലും ഒരുത്തം മിണ്ടിയോ സിനിമ തിയേറ്റർ തുറക്കാൻ വേണ്ടിയിട്ട്? ഏതെങ്കിലും ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു, എന്തൊക്കെ തുറക്കാൻ പോസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ എന്തിനായി ഞെളിയുന്ന സിനിമാക്കാർ? ഒരാൾക്ക് സിനിമ വേണ്ട, 2 കൊല്ലം ഒരാൾക്ക് തിയേറ്റർ വേണ്ടായിരുന്നു. ഇവിടെ ഒരാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടില്ല. തിയേറ്റർ ഷുഡ് ഓപ്പൺ, മാൾ ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൂപ്പർ മാർക്കറ്റ് ഏറ്റവും ആദ്യം അടച്ചതും ഏറ്റവും അവസാനം തുറന്നതും സിനിമ മാളുകളാണ്. എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും ലാസ്റ്റാണ്. ഇത് ലാസ്റ്റ് കിട്ടിയാൽ മതി അവർക്ക്. നമ്മൾ ഈ സ്റ്റാർഡ് എന്നും പറയുന്നുണ്ടല്ലോ, അത് ഒരു 2 കൊല്ലം കൊറോണ വന്നാൽ തീരുന്ന ഇതൊക്കെ ഒരാൾക്ക് ഓർമ്മയില്ല. നമ്മളെ രതീഷ് കൃത്യമായ രാഷ്ട്രീയമുള്ള ഒരാളാണ്. രതീഷിന്റെ സിനിമകളിൽ പ്രകടമായ രാഷ്ട്രീയം ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇല്ല, അങ്ങനെ നമ്മുടെ രാഷ്ട്രീയം വ്യക്തമായിട്ട് സിനിമയിൽ കാണിക്കണമെന്ന് ആഗ്രഹമില്ല. അങ്ങനല്ല, എൻ്റെ രാഷ്ട്രീയം കാണിക്കണമെന്ന് ആഗ്രഹമില്ല. അതിപ്പോൾ പലരുടെയും രാഷ്ട്രീയങ്ങളും അതിനകത്ത് കയറും. സിനിമയല്ലേ, നമ്മൾ ഒരു കൂട്ടായ്മയുടെ വർക്കാണ് ഒന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പുറത്തോട്ട് നോക്കുമ്പം കാണുന്നതാണ് നമുക്ക് സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ഒന്നാമത് എഴുത്തുകാരനല്ല, അപ്പം നമുക്ക് എന്ത് എഴുത്ത് ഉണ്ടാക്കണം എന്നുള്ളത് നമ്മൾ പുറത്തുനിന്ന് വേണം കണ്ടെത്താൻ. അപ്പം നമ്മൾ പുറത്തോട്ട് തുറന്നു വെച്ചിരിക്കുന്ന ഒരു ക്യാമറ, അതാണ് നമ്മളെ എഴുത്തിന് നമ്മളെ സഹായിക്കുക. റെഫറൻസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതാ.
ഇവിടെ പുറത്ത് എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അതൊക്കെ തന്നെയാണ് നമ്മുടെ എഴുത്തിലും സംഭവിക്കുന്നത്. അപ്പോൾ സൊസൈറ്റിയുടെ പൊളിറ്റിക്സ് അത് തന്നെയാണ് നമ്മുടെ എഴുത്തിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. എൻ്റെ പൊളിറ്റിക്സ് സ്വാഭാവികമായിട്ടും വരും, പക്ഷെ അതൊരു എൻ്റെ ഒരു പ്രൊപ്പഗണ്ട പോലുള്ള പൊളിറ്റിക്സ് ചേർക്കലല്ല. ചെയ്യാം, എന്താണ് അത് ചെയ്യണം. എനിക്ക് എന്താണ് നിയമസഭയ്ക്കകത്തൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, MLA ഹോസ്റ്റലിനകത്ത്. അത് നോക്കട്ടെ ഇവിടെ വരെ പോകുന്നു. എത്ര കട്ടുകൾ വീഴുമെന്ന് എനിക്കൊന്ന് അറിയണം. സത്യസന്ധതയ്ക്ക് എത്ര കട്ടുകൾ വീഴുമെന്ന് എനിക്കറിയണം. MLA ഹോസ്റ്റലിൽ ഒരു സിനിമ പ്ലാൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്. കനകം കാമിനി കനകം ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിന്റെ ഒരു കഥയാണ്. അവർക്കിടയിൽ വരുന്ന കോൺഫ്ലിക്റ്റ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്നു. അങ്ങനെ ഒരു സ്റ്റോറിക്കകത്ത് ഒരുപാട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന്റെ എലമെന്റ്സ്, പിന്നെ ഈ പറയുന്ന മാനിപ്പുലേഷൻ, മെയിൽ ഷോൺസ്, അങ്ങനെ കുറേ എലമെന്റ്സ് അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒരുപാട് വർക്ക് ചെയ്തിട്ടാണോ ഒരു രണ്ടുപേർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ സ്റ്റോറിക്കകത്ത് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തത്? ഞാൻ ഭയങ്കര ഹോംവർക്കൊന്നും നടത്താറില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ആക്സിഡൻ്റൽ റൈറ്ററാണല്ലോ. അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഹോംവർക്കൊന്നും നടത്താൻ അറിയില്ല. അതാണ് നമ്മൾ ഞാൻ വിവാഹം കഴിച്ചേക്കുന്ന ഒരു സീരിയൽ ആക്ട്രസിനെയാണ്. നമ്മൾ വിവാഹം കഴിച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് ഒരു ഷൂട്ടിങ്ങിന് ബാംഗ്ലൂർ പോകുന്നു. ബാംഗ്ലൂർ പോകുമ്പോൾ ദിവ്യ അഭിനയിക്കുമ്പോൾ മാലയൊക്കെ ഹോട്ടലിനകത്ത് അഴിച്ചു വെച്ച് കല്യാണ പെണ്ണായിട്ട് അഭിനയിക്കാൻ പോയത്. അപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും ഹോട്ടലിൽ മാലയില്ല. അപ്പോൾ മുകളിലത്തെ നിലയാണ്. ഇപ്പോൾ സിനിമയിലുണ്ടായിരുന്ന പോലെ തന്നെ കറക്റ്റ് ആട്രിയം ആണ്. മുകളിൽ താഴെ നോക്കിയാൽ റിസപ്ഷൻ കാണാം. അപ്പോൾ മാല കാണാനില്ല, പുരുഷ സിംഹം ഉണർന്നു. ഭാര്യയുടെ മാല കാണാനില്ല, പിന്നെ പുരുഷ സിംഹം സ്വാഭാവികമായിട്ട് ഉണരണം. പുരുഷ സിംഹം ഉണർന്ന് താഴെ പോയി ബഹളം ഉണ്ടാക്കി. ബഹളം വളരെ വലിയ ബഹളമായി. ബഹളം എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ ബഹളം. താഴെ ബാറുണ്ടായിരുന്നു. കുറേ ജാഫർ ഇടിക്കുമ്പോൾ പുറത്തോട്ട് വരുന്നു. കുറേ ജോയ് മാത്യുമാർ ഒരു സൈഡിൽ നിന്ന് വരുന്നു. കുറേ ശിവകുമാർമാർ ഒരു സൈഡിൽ നിന്ന് വരുന്നു. കുറേ വിനയ് ഫോട്ടോ ഒരു സൈഡിൽ നിന്ന്. അങ്ങനെ പല ആൾക്കാർ അവിടെ നിറഞ്ഞു. ഇതിപ്പം മാലയാണോ പ്രശ്നം അതോ ഈ പ്രശ്നമാണോ പ്രശ്നം എന്നുള്ള രീതിയിലോട്ട് ഇത് മാറി. അവസാനം ഒരു തലനാരിഴയുടെ വ്യത്യാസത്തിനൊക്കെ അടി ഇല്ലാതെ പോയി. ആ സിനിമയിൽ അടിയും കൊലപാതകം നടക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാനും റിസപ്ഷനിസ്റ്റും തമ്മിലാണ് നടക്കുന്നത്. CCTV നോക്കുന്നു, ധോബിയെ വിളിക്കുന്നു. സിനിമയിൽ എന്താണ് ഉണ്ടായത് അതൊക്കെ CCTV കാണുന്നു. സിനിമയിൽ ധോബി വന്നിട്ടുണ്ട്, ഇതിലും ധോബി വരുന്നു. അപ്പോൾ ആരാണ് കൊണ്ടുപോയെന്നൊരു ഐഡിയ ഇല്ല. മാല രാത്രി 1-2 മണിയാവുന്നവരെ മാലയില്ല. പോലീസിനെ വിളിക്കണം എന്നുള്ള സിറ്റുവേഷനിലായി. നാളെ രാവിലെ ഷൂട്ടിന് പോകണം എല്ലാവർക്കും. പോലീസിനെ വിളിച്ചാൽ ദിവ്യ പോലീസ് സ്റ്റേഷനിൽ പോകണം, ബാംഗ്ലൂർ പോലീസ് സ്റ്റേഷനിൽ. ദിവ്യയാണ് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടത്. അത് പിന്നെ വേറൊരു പുരുഷ സിംഹത്തിന് വീണ്ടും ഒരു പണിയായി. അപ്പം ദിവ്യ ഈ സമയമൊക്കെ മേലെയാണ്, താഴെ ഇറങ്ങിയിട്ട് പോലുമില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചത് ഈ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ എളുപ്പമല്ലേ. കല്യാണം കഴിച്ച ഒരാൾക്ക് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിനെ എങ്ങനെ വേണമെങ്കിൽ അതിനെ കാണാം. ഇപ്പം നല്ല റിലേഷൻ ആണെങ്കിൽ പോലും ഇതിലെന്താണ് മോശം ഉണ്ടാവാൻ സാധ്യത എന്ന് നമുക്ക് അല്ലേ ഒബ്വിയസ്ലി ഇമാജിൻ ചെയ്യാം. അപ്പോൾ വൈഫ് സീരിയൽ ആക്ട്രസ്സാണ്. ഞാനൊരു ആ സമയത്ത് പ്രൊഡക്ഷൻ ഡിസൈനറാണ്. പക്ഷേ ഞാൻ എന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത് സ്ട്രഗ്ലിംഗ് ആക്ടറായിട്ടാണ്. അല്ലേ, സ്ട്രഗ്ലിംഗ് ആക്ടർക്ക് ഒരു ഓൾറെഡി നല്ല നിലയിലുള്ള ഒരു ആക്ട്രസിനോട് ഉറപ്പായിട്ടും ഒരു ഈഗോ കാണും. അത് മതി അവരുടെ പ്രശ്നങ്ങൾക്ക്. അതിനകത്ത് രാജേഷ് മാധവന്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അല്ല അയാൾ അത് നമ്മുടെ ഇതിനൊക്കെ പറയും. അത് ഇതിൽ പറയുന്നില്ല, ഐ എം ഖാൻ ബട്ട് ഐ എം നോട്ട് എ ടെററിസ്റ്റ്, മൈ നെയിം ഈസ് ഖാനില്. അപ്പോൾ അതൊക്കെ മുന്നേ പറഞ്ഞ് കഴിഞ്ഞതാട്ടത്. അതുകൊണ്ട് തന്നെ എന്നെ ഒന്നും പറയേണ്ട ആവശ്യമുള്ള അതിനകത്ത്. അത് കേട്ട് ഒരുപാട് ചിരിച്ചതാണ്. ആ കഥാപാത്രത്തിന്റെ ഇരവാദം റിപ്പീറ്റഡ് ആയിട്ട്. അല്ല, ഞാൻ പറയുന്നത് അതൊരു ആരെയും ഒരു ഗണം ഒരു കമ്മ്യൂണിറ്റിയോ അങ്ങനെയൊന്നും പറയുന്നതല്ല. നമ്മൾ ഇതുപോലുള്ള മനുഷ്യരെ കാണാൻ പറ്റില്ലേ? അങ്ങനെ മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് അവരെ പകർത്തുന്നതിൽ എന്താ തെറ്റ്? അതൊരു കമ്മ്യൂണിറ്റിയെ തകർക്കലാണോ? അല്ലല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പോൾ അതായത് ഞാൻ പറയാം, ഇപ്പം ഈ സുരേഷ് എന്നുള്ള സിനിമയിൽ നമ്മുടെ സുധീഷ് ഏട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ, അയാൾ സുധാകരൻ നായർ എന്നാണ് അയാളുടെ പേരുണ്ടായിരുന്നത്. സുധാകരൻ നായറാക്കി. അത് ഈ നായർ എന്നുള്ള ഡയലോഗ് പറഞ്ഞാൽ അത് നായരാണോ ആറാണോ അല്ലെങ്കിൽ നായരാണോ ആർക്കും അറിയത്തില്ല. അപ്പോൾ അത് എങ്ങനെയും അത് അവരോട് തന്നെ അപ്രൂവ് ചെയ്തിട്ടെടുത്ത വാക്കാണ് കേട്ടോ. അതാണ് അതിനേക്കാളും കോമഡി.
നമ്മൾ വിചാരിക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞാൽ നായർ വന്ന് പറയില്ല, ദേവി ഇത് നായർന്നാക്കണം. ഈ നായർ നീട്ട് ആൾക്കാർക്ക് മനസ്സിലായി അത് നായരാണെന്ന്. അതായത് ഇത് വെടിവഴിപാട് വിളിച്ച് പറയണ്ട എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഉള്ള സിനിമ. അപ്പോൾ ഇതിനകത്ത് അയാളുടെ പേര് സുധാകരൻ നായർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഇയാൾ മകളെ രാജേഷ് മാധവന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നില്ല. അതല്ല, നിങ്ങൾ പടം കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നില്ല. അയാൾ പറയുന്നത് ജാതി താഴ്ന്ന ജാതിയാണ്, അതുകൊണ്ട് എനിക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ താല്പര്യമില്ല. അത് പിന്നെ സുരേശനും ഇവരൊക്കെ ഇയാളുടെ ചരിത്രം തപ്പിപ്പോവുകയാണ്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇയാൾ നായരല്ല. ഇയാളൊരു 2 തലമുറ മുന്നേ എവിടുന്നോ വന്ന വേറെ ഏതോ ജാതി ഇവിടെ വന്ന് റേഷൻ കാർഡിൽ പേര് ചേർത്ത് നായരായതാണ്. ഇത് മനുഷ്യൻ്റെ ജാതി ചരിത്രമാണ്. ഇത് ഞാൻ പറയുന്നതല്ല. ഇത് ഇപ്പോഴത്തെ ആന്ത്രപ്പോളജിസ്റ്റിൻ്റെ ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ അതായത് ആരും ഒരു ജാതിയുമല്ല. ഇന്ന് ഞാൻ പൊതുവാളാന്ന് പറഞ്ഞ് നടക്കുന്ന നാണക്കേട് വേണം എനിക്ക് പേര് ചേർക്കാൻ തന്നെ. പക്ഷേ അതൊക്കെ ഒരു ഇച്ചിരി നീളമുള്ള ഒരു കനമുള്ള ബാലൻസ് ആയിട്ടുള്ളൊരു പേര്, അതുകൊണ്ട് മാത്രം വെച്ചതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിലൊന്നും ഒരു കാര്യമില്ല ഇതിനകത്ത്. ഇത് ഒരു സിനിമയിലൂടെ പറയാൻ നോക്കുക. നായരല്ലാത്ത ഒരാൾ നായരാണെന്നും പറഞ്ഞ് നടക്കുന്ന നാട്ടിൽ അയാളുടെ പൂച്ച് കുറച്ച് ആൾക്കാരെ തമ്മിൽ പുറത്താക്കുന്നു, അയാൾ കണ്ടുപിടിക്കുന്നു നായരല്ലെന്ന് പറയുന്നു. ഇതെങ്ങനെയാണ് ഒരു നായർ സമുദായത്തിന് എതിരാണെന്ന് പറയാം? ഇത് പോസിറ്റീവാണോ? നായർ സമുദായത്തിന് നല്ലതാണോ? ഞാൻ പറയുന്നത് ഓണസ്റ്റായിട്ട് ചോദിക്കാം നിങ്ങളോട്. ഈ ഒരു ക്യാരക്ടറിന്, ഇങ്ങനെയുള്ളൊരു ക്യാരക്ടറിന്, നായരല്ലാത്ത ഒരു ക്യാരക്ടർ നായരാണെന്ന് പറഞ്ഞ് നടക്കുകയും മദ്യപാനി വില്ലനാണ് പടത്തിലെ നായകൻ ഇയാൾ നായരല്ലെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. ഇതെന്താണ്? ഇതെങ്ങനെയാണ് ഒരു ജാതിയുടെ പ്രശ്നമായി മാറുക? NSSന് എന്തായിരിക്കും ഇതിന് പ്രശ്നം ഉണ്ടാവുക? മറിച്ച് നല്ലതല്ലേ? ഇത് മനസ്സിലാക്കാൻ ഒരു സെൻസർ ബോർഡിന് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ അവർ നമ്മുടെ പടം സെൻസർ ചെയ്യും? 3 മണിക്കൂറാണ് സെൻസർ ബോർഡിൻ്റെ അടുത്ത് ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. ഇതുവരെ ഉണ്ടായിട്ടില്ല ചരിത്രത്തിൽ. അവിടെയുള്ള ആൾക്കാർ പറയുന്നു 3 മണിക്കൂർ ഒരു പടത്തിൻ്റെ മുകളിൽ ഡിസ്കഷൻ ആദ്യമായിട്ടാണ് നമ്മൾ കേട്ടത്. കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. ഇവർ ബോംബെയിലോട്ട് പടം അയക്കുമായിരുന്നു. ബോംബെയിലോട്ട് പടം അയക്കുവാണെങ്കിൽ 1 മാസം കഴിഞ്ഞ് റിലീസ് ചെയ്യാം. അപ്പം നമ്മൾ പറഞ്ഞു എന്നാൽ പിന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജാതി പേര് നമ്മൾ പടത്തിന് ഇടുന്നില്ല, നായർ എന്നുള്ളത് നമ്മൾ മാറ്റാം. അപ്പോൾ അവർ ചോദിച്ചാൽ എന്താക്കും? ഞാൻ പറഞ്ഞു ഞായർന്നാക്കാം. ഞായർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു ഞായർ ഒരു ആഴ്ചയാണത്, പിന്നെ വെറുതെ വേറൊരു കൺഫ്യൂഷൻ വേണ്ട, ഞായറാഴ്ച ഞായറെങ്ങ് പോകും എന്നെങ്കിൽ വല്ല ഡയലോഗ് ഉണ്ടെങ്കിൽ അത് പിന്നെ കൺഫ്യൂഷൻ ആവും. ഞാൻ പറഞ്ഞു നായർന്നാക്കാം. അപ്പോൾ അവരതിൽ കൺവിൻസ്ഡായി. രായ്ക്ക് രാമായണം നാളെ ക്യൂബിക്കേറ്ററിൻ്റെ പടമാണ്. രായ്ക്ക് രാമായണം കാസർഗോഡ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ, കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം ഇത്രയും സ്ഥലങ്ങളിലുള്ള പല ആർട്ടിസ്റ്റുകൾ അതാത് സ്ഥലങ്ങളിലെ ലോക്കൽ സ്റ്റുഡിയോയിൽ പോയിട്ട് എല്ലാ ഫുട്ടേജുകളും വാട്സപ്പിൽ അയച്ചു കൊടുക്കുകയും അവരവരുടെ ഡയലോഗ് നാഹർ എന്ന് മാത്രം പറഞ്ഞ് തിരിച്ചയക്കുകയും രാത്രി ഇരുന്ന് അതിനകത്ത് കയറ്റി ഞായറാഴ്ച രാത്രി DVD ഉണ്ടാക്കിയിട്ട് തിങ്കളാഴ്ച രാവിലെ സെൻസർ ഓഫീസിൽ എത്തിച്ചാൽ സെൻസർ കിട്ടും, അന്നേ ക്യൂബ് കയറും. ഇത് പടത്തിൻ്റെ 2 ദിവസം മുമ്പത്തെ കേസായി പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പടം പിടിക്കുന്നത്. എന്നിട്ടാണ് രാവിലെ തിയേറ്ററിൽ വന്നിട്ട് കൊള്ളത്തില്ല എന്ന് പറയുന്നത്.